രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർ മാർട്ട്. അവന്യൂ സൂപ്പർ മാർട്ട് കഴിഞ്ഞ ദിവസം 3.5% ഉയർന്ന് 4450 ക്ലോസിംഗ് നൽകി. 2.93 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 119. 52 വീക്ക് ഹൈ 4500, 52 വീക്ക് ലോ 3300. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 15% റിട്ടേൺ ആണ് നൽകിയത്. ഡിമാർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന ഒരു അപ്ഡേറ്റാണ്. കമ്പനി പുതിയ 3 സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്തു. തെലങ്കാനയിലെ ഹൈദരാബാദ്, കരീംനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഗുജറാത്തിലെ സൂറത്തിലുമാണ് കമ്പനി പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തത്. ഇതുവഴി ഡിമാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 357 എത്തി. ഡിമാർട്ടിന് ICICI സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസിയും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ICICI സെക്യൂരിറ്റീസ് ഡിമാർട്ടിന് 4800 രൂപയുടെ ടാർഗറ്റ് നൽകി. അട്രാക്റ്റീവ് വാല്യൂഷനിൽ സ്റ്റോക്ക് ലഭിക്കുന്നു. കൂടാതെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. കമ്പനിയുടെ ഹെൽത്തി മാർജിൻ ഇംപ്രൂവ് ആവുകയും റവന്യൂ പെർഫോമൻസ് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഡിമാർട്ട് എന്ന സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 9 മാസത്തെ പ്രോഫിറ്റ് മാർജിൻ 5.6% അടുത്തായിട്ടാണ്. കൂടാതെ മീഡിയം ടൈം ഗ്രോത്ത് ഗൈഡൻസും 5 മുതൽ 6% അടുത്തായിട്ടാണ്. കമ്പനി പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതുകൊണ്ട് അതുവഴിയും കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. കൂടാതെ കഴിഞ്ഞ 2 വർഷത്തെ കമ്പനിയുടെ വാല്യൂഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ അപ്പാരൽ സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിക്ക് അത്ര മികച്ച റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പല അനലിസ്റ്റുകളും, അതായത് 26 അനലിസ്റ്റുകളിൽ 12 അനലിസ്റ്റുകൾ ഡിമാർട്ട് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 5 അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനും 9 അനലിസ്റ്റുകൾ സെല്ല് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിമാർട്ട് എന്ന സ്റ്റോക്ക് 4450 ട്രേഡ് ചെയ്യുന്നു. 4750, 4800 പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. ഈ റെസിസ്റ്റൻസ് സോൺ മറികടന്നാൽ സ്റ്റോക്ക് 5000 എന്ന ലെവലിലേക്ക് എത്തിയേക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് CDSLുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.13% ഇടിഞ്ഞ് 1785 ക്ലോസിംഗ് നൽകി. 18,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.85, ഡിവിഡൻഡ് യിൽഡ് 0.90%, 52 വീക്ക് ഹൈ 2067, 52 വീക്ക് ലോ 889. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 6% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. CDSL എന്ന കമ്പനിയിലെ ഒരു പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിമായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് CDSLൻ്റെ 7.18% സ്റ്റീക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കും എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6% ഡിസ്കൗണ്ടിൽ 1672 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഒരു ബ്ലോക്ക് ഡീൽ വേണം CDSLൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ. CDSLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 37% വർദ്ധിച്ച് 86 കോടിയായി മാറുകയും റവന്യൂ 44% വർദ്ധിച്ച് 169 കോടിയായി ഉയരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റ 39.47% വർദ്ധിച്ച് 39.47% വർദ്ധിച്ച് 121 കോടിയായി മാറി. കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ 6 നിന്നും 8 രൂപ 20 പൈസയിലേക്ക് എത്തുകയും ചെയ്തു. CDSL എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 2000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.